എന്റെ പത്തുലു എപ്പോഴും ഇങ്ങനെ പേപ്പർ വായിച്ചിരുന്നാ മതിയോ? ഇടയ്ക്കൊക്കെ ഇങ്ങനെ സമൂസയൊക്കെ എടുത്ത് കഴിക്ക്. എനിക്കിപ്പോ സമൂസ വേണമെന്നില്ല. മൂന്നെണ്ണം ഇങ്ങനെ രണ്ടായി. നിനക്ക് സമൂസ വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്റെ 2 സമൂസ എടുത്ത് എന്തിനാ വിഴുങ്ങിയത്? ഞാൻ എപ്പ കഴിച്ചെന്നാ എന്റെ വായിലേക്കൊന്ന് നോക്കേ. ഇപ്രാവശ്യം ഞാൻ വെറുതെ വിടുന്നു, പക്ഷെ എപ്പോഴും ക്ഷമിച്ചെന്ന് വരില്ല. ബാക്കിയുള്ള സമൂസയും വിഴുങ്ങി. എല്ലാ സമൂസ എടുത്ത് നീ പള്ള നിറച്ച പിന്നെ ഞാൻ എങ്ങോട്ട് പോകും? ഞാൻ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കല്ലായിരുന്നു. സമൂസ എപ്പ കഴിച്ചെന്നാ? പിന്നെ ആരാ ഇതൊക്കെ എടുത്ത് കഴിക്കുന്നത്? അല്ല, ഇവിടെ ഉണ്ടായിരുന്ന സമൂസക്ക് എങ്ങനെ കാണാതായേ? അത് കഴിച്ചത് ആരാണെന്ന് മനസ്സിലായില്ലല്ലേ? അത് ഞാൻ തന്നെയാ. എന്റെ ഡോക്ടർ സാറേ, ഇത് കൊള്ളാമല്ലോ. ഒരിക്കലും ഞങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചതാ. ഇതെന്ത് അതിശയവാ. സമയം കളയാതൊന്ന് വേഗം പറ. ഇന്ന പിടിച്ചോ. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ബട്ടണെ മുകളിലേക്ക് ഉയരാൻ വേണ്ടിയുള്ളത്, പിന്നെ ഈ ബട്ടൺ താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയും. ഇത് ഇടത്തോട്ടും ഇത് വലത്തോട്ടും. ഡോക്ടർ സാറേ, ഇപ്പൊ വരാം. ഇവിടെ തന്നെ നിക്ക്, സമൂസ മേടിച്ചോണ്ട് വരാം. കേട്ടോ? എന്തായി കാണിക്കുന്നത്? എന്നോട് ക്ഷമിക്കൂ ചായക്കട ചേട്ടാ, എനിക്ക് പോയിട്ട് പണിയുണ്ട്. നമുക്ക് പിന്നെ കാണാം. ഞാൻ ഈ കാണുന്ന ഒന്നും സ്വപ്നമല്ലല്ലോ. നമ്മുടെ മോട്ട് തന്നെയാണോ ഈ പറക്കുന്ന മോട്ടു? കൊള്ളാം ബോസ്, കൊള്ളാം. നല്ല കവിതയാണല്ലോ. ശരിയല്ലേ നമ്പർ 2? ബോസ്, ആ പറക്കാൻ പറ്റുന്ന ഹെൽമെറ്റ് ബോസിന് കിട്ടിയാൽ അടിപൊളിയായേനെ, അല്ലേ നമ്പർ 2? എന്നോട് എന്തെങ്കിലും പറയുന്നത് തന്നെ തെറ്റാ. ജോൺ തന്നെയാണ് ഡോൺ. ജോൺ ആയിരിക്കും ഡോൺ. ഹെൽമെറ്റ് ഉപയോഗിച്ച് ഞാൻ പറക്കും. എന്നെ ആർക്ക് തടയാനാവില്ല. കൊള്ളാം ബോസ്, മനസ്സിലായി. അവനെ പോയി പിന്തുടരാൻ നോക്ക്. എടാ മണ്ട, കുറച്ചും കൂടി വേഗം പോ. കുറച്ചും കൂടി അടുത്തേക്ക് എത്തിക്ക്. ഈ കസേരയ്ക്ക് നീളമില്ലെന്നുള്ള കാര്യം നിനക്ക് അറിഞ്ഞൂടെ? വേഗം. ഡോക്ടറോട് ചോദിക്കാൻ മറന്നുപോയല്ലോ, മുകളിലേക്ക് പോകേണ്ടത് എങ്ങനെയാണെന്ന്. ആരാത്? എന്റെ കാലേന്ന് വിട്. വിടാനാ പറഞ്ഞത്. വിട്. അല്ല ബോസ്, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവരെ രക്ഷിക്കാനോടോ കൊല്ലാനാണോ? വേഗം കേറിക്കോ. ഈ മണ്ടന്മാരെ കൊണ്ട് ബോസ് കേറിയിട്ടില്ലേ? ബോസ്, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ പറഞ്ഞുതരാം. രണ്ടുപേരും ഒന്ന് കുനിഞ്ഞേ. എന്റെ ഡോക്ടർ ചേട്ടൻ വളരെ നന്നായിട്ടുണ്ട്. നിങ്ങളുടെ ഈ പുതിയ കണ്ടുപിടുത്തം എനിക്ക് വളരെ അങ്ങ് ഇഷ്ടമായി. അടിപൊളിയായിരിക്കുന്നു. താങ്ക് യു ഡോക്ടർ. ബൈ ബൈ. ജോൺ ആയിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ. ഇവനെ പിടിക്കോ. എന്റെ ഹെൽമെറ്റ് വെച്ചേക്കുന്ന കണ്ടില്ലേ? എന്റെ കാലേന്ന് വിട്. താഴേക്ക് ചാട്. എന്റെ ഹെൽമെറ്റ് തിരിച്ചു തരാൻ പറയവനോട്. കാലിന്നിപ്പോ പിടിവിട്ടാ ഞാൻ നേരെ മേലോട്ടാ പോവാ. നീ ഇതെങ്ങനെങ്കിലും താഴോട്ടിറക്കാൻ നോക്ക്. താഴേക്ക് പോകുന്ന പ്രശ്നമില്ല. താഴേക്ക് പോയാ നീ എന്നെ സിംഹത്തിന് പിടിച്ചു കൊടുക്കൂലേ? വെറുതെ എന്റെ അടുത്ത് അഭ്യാസം കാണിക്കണ്ട. ഗുഡ് ബൈ കുട്ടി. സൈക്കിൾ എനിക്ക് തന്നിട്ട് നീ കുറച്ചു നേരം ഇവിടെ ഇരിക്കെ. ഇപ്പൊ വരാം. വേണ്ട വേണ്ടെന്നാ പറഞ്ഞത്. എടാ, എന്റെ കാലേന്ന് വിട്. എന്നെ
കൊണ്ടൊന്നും കാലിന്നിപ്പോ പിടിവിട്ടാ ഞാൻ നേരെ മേലോട്ടാ പോവാ. നീ ഇതെങ്ങനെയെങ്കിലും താഴോട്ടിറക്കാൻ നോക്ക്. ഇനി എന്റെ മോന്റെ സൈക്കിളിന് കാരണം നീ തൊട്ടാലുണ്ടല്ലോ. ഏ? രക്ഷിക്കണേ. മോട്ടു, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കേ. എന്റെ മോട്ടു അവിടെ കിടന്ന് ചാടി കളിക്കാതെ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്ക്. രക്ഷിക്കണേ. നീ എന്റെ കാലിൽ വിടുവാണെങ്കിൽ നീ ചോദിക്കുന്നത് എന്ത് വേണമെങ്കിലും ഞാൻ തന്നേക്കാം. ഇപ്പൊ പിടിവിട്ട ഞാൻ ഈ ലോകം വിട്ട് തന്നെ പോകേണ്ടി വരും. പിന്നെ ചോദിക്കാൻ ഞാൻ ബാക്കിയുണ്ടാവില്ല. നീ ചെറുതായിട്ടൊന്ന് താത്തിയ ഞാൻ ഇവിടെ നിന്നും ഏതെങ്കിലും വീടിന്റെ മുകളിലേക്ക് ചാടി രക്ഷപ്പെട്ടോളാം. ശരി, സമ്മതിച്ചിരിക്കുന്നു. ജോൺ ആയിരിക്കും ഡോൺ. ജോൺ തന്നെ ആയിരിക്കും ഡോൺ. ഏയ്! ഇനി ആർക്കും എന്നെ പിടിക്കാനാവില്ല. ഞാൻ ആകാശത്തേക്ക് പറക്കും. കൊള്ളാം ബോസ്, കൊള്ളാം. എത്ര നല്ല കവിതയാ അല്ലേ നമ്പർ 2? ബോസ്, ഞാൻ ഒരു പ്രാവശ്യം ഈ ഹെൽമെറ്റ് ധരിച്ചോട്ടെ ബോസ്? ഈ കിരീടം പണിയേണ്ടത് ഈ രാജാവ് തന്നെ ആയിരിക്കണം. ബോസ്, ആ റിമോട്ട് ഒന്ന് തരാമോ? ഇതാ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. വിശ്വസിക്കാൻ കഴിയുന്നില്ല ബോസ്. ഈ റിമോട്ട് പ്രസ് ചെയ്താൽ മനുഷ്യന് പറക്കാൻ പറ്റുമെന്ന്. എന്താ ബോസ്, അവിടെ എന്താണ് ചെയ്യുന്നത് ബോസ്? ആദ്യം താഴെ ഇറക്ക്, എന്നിട്ട് പറയാം. നിന്റെ എല്ലിന്റെ എണ്ണം ഞാൻ ഇന്ന് കൂട്ടിത്തരാം. കൊള്ളാം ബോസ്, കൊള്ളാം. എത്ര നല്ല കവിതയാ പറയുന്നേ. നിന്റെ ഒരു കവിത. പോയി കയറെടുത്തോണ്ട് വാടാ. ആദ്യം ഞാൻ ഇവിടുന്ന് ഇറങ്ങട്ടെ. സോറി ബോസ്, ഇപ്പോൾ തന്നെ ഞാൻ ഈ റിമോട്ടിന്റെ ബട്ടൺ അമർത്തി നിങ്ങളെ താഴേക്ക് ഇറക്കാം. റിമോട്ടിന്റെ കാര്യമൊക്കെ പോട്ടെ, നീ ആ കയർ വന്നെടുത്തോണ്ട് വാ. ശരി ബോസ്. ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെല്ല, എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്ത്. എടാ മണ്ടന്മാരെ. എന്നെ രക്ഷിക്കണേ. എന്നെ താഴെ ഇറക്കണേ. ബോസ്, ബോസ്, ആരെങ്കിലും ഒന്ന് ബോസ്. രക്ഷിക്കണേ. രക്ഷിക്കണേ. നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്താലും വേണ്ടില്ല, എന്റെ ഫ്ലൈയിങ് ഹെൽമെറ്റ് എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കണം. ഞങ്ങളത് അന്വേഷിച്ച് കണ്ടുപിടിക്കാമെന്നേ. അതിനു മുമ്പ് കുറച്ച് സമൂസ കഴിക്കാന്ന് കരുതി. നല്ല വിശപ്പ്. നിനക്ക് എപ്പോഴാ വിശപ്പില്ലാത്തത്? ഓ, ആദ്യം എന്റെ ഹെൽമെറ്റ് എടുത്തോണ്ട് വാ, ഇല്ലെങ്കിൽ ദേ പോകുന്നു ജോൺ, വേഗം പിടിക്കവനെ. എന്റെ ഹെൽമെറ്റ് കൊണ്ടുപോയി ഇവനെ ഞാൻ വെറുതെ വിടില്ല. ഇവനെ ഒരു പാഠം പഠിപ്പിക്കും. ബോസ്, വേണ്ട വേണ്ട, ഇവിടെ നിർത്തരുത്. എന്റെ അമ്മോ, ആരാണത്? ആരാന്ന് ചോദിച്ചില്ലേ? ജോൺ ദ ഡോൺ, വെൽക്കം വെൽക്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി ഇംപോസിബിൾ. ഇതാ മണ്ടന്മാര്. ഓരോ ബോസ്, തോപ്പിച്ച് ബോസ്, വന്നിട്ട് ഇതാ നിങ്ങളുടെ റിമോട്ട്. രണ്ടെണ്ണത്തിന് സാമദ്രോഹികള്. രണ്ടെണ്ണം അകത്ത് കയറി ലോക്കിട്ടേക്ക്. നിങ്ങളെ രണ്ടെണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല.
ഓ ഇപ്പൊ മനസ്സിലായി. നിങ്ങൾ വീണ്ടും ഇവരെ പിടിക്കാൻ സഹായിച്ചിരിക്കുന്നു. താങ്ക് യു മോട്ടു പത്ലു. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരുന്നുണ്ട്. സമ്മാനം ഞാനാ ഇവർക്ക് കൊടുക്കാൻ പോകുന്നത്. എന്റെ എത്രയോ കാലത്തെ കണ്ടുപിടുത്തമാണ് ഇവര് ചിഹ്നഭിന്നമാക്കിയത്. എന്റെ അമ്മേ. ഏയ് സ്റ്റേഷനകത്തും നാളികേരോ? ഇംപോസിബിൾ പറഞ്ഞല്ലോ. ഇംപോസിബിൾ. Watch India's largest kids library only on Jio Hotstar. Download the app now.